ബേസിക്കലി ജോസേട്ടന് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ജോസേട്ടന്റെ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ ഈ യാത്രയിൽ പോയപ്പോ ഒരു അമ്മയെ കിട്ടി എന്ന് പറഞ്ഞ് ഒരു അത് പഴയ നമ്മുടെ യുഗോസ്ലാവിയ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് പിരിഞ്ഞ് പല സ്ലോവാക്യ എന്നൊക്കെ പറഞ്ഞ രാജ്യമായി. അപ്പോൾ ബോസ്നിയ, സ്ലോവാക്യ, സ്ലൊവേനിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല രാജ്യങ്ങളായി. അപ്പോൾ അതിൽ ഈ സ്ലോവാക്യ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ക്യാപിറ്റൽ ബ്രാറ്റിസ്ലാവ എന്നാണ്. അത് വിയന്നയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ്. ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്തതിൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര ചെയ്ത ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഈ ഓസ്ട്രിയയിലെ വിയന്നയിൽ നിന്നും സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് 80 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തി. അവിടെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരു ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിജയകുമാർ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, തിരുവനന്തപുരത്തുകാരൻ ഒരു പയ്യൻ അവിടെ ഉണ്ട്. അവനാ വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചിയുടെ അടുത്ത് നിങ്ങൾക്ക് ഞാൻ ലഞ്ചൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അമ്മച്ചിയുടെ ഗസ്റ്റുകളായിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നല്ല പട്ടിൻ്റെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരു സുന്ദരി നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു 71-72 ഇയേഴ്സ് ഓൾഡ് വിയാറ എന്നാണ് അവരുടെ പേര്. വിയാറ എൻ്റെ അമ്മയുടെ അതേ ചായയാണ്. നല്ല കറുത്ത മുടിയൊക്കെ ആയിട്ട് ഭയങ്കര ചായ അമ്മയുടെ. ഞാൻ അവിടെ വന്നു. അപ്പോൾ അവർക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗണേശോത്സവം എന്നാണ്. അവരൊരു ഭയങ്കര ഫാൻ ഓഫ് ഇന്ത്യൻസാണ്. കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ സോമതീരത്തൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് അവർ കേരളത്തിൽ. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ടായി. ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് മലയാളികളുടെ ദോശയും ഇഡലിയൊക്കെ ഇഷ്ടമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ ഒരു വെജിറ്റേറിയൻ കുക്കുകളെയൊക്കെ കൊണ്ടുപോയിട്ട് റെസ്റ്റോറൻറ്റിൽ ഒക്കെ തിരുവനന്തപുരത്തെ പിള്ളേരാണ് അവിടുത്തെ ഇതിൽ കുക്ക് എല്ലാവരും. അങ്ങനെ അവിടെ അവർ ബ്രാറ്റിസ്ലാവ മുഴുവൻ ഞങ്ങളെ കൊണ്ടു നടന്ന് കാണിച്ചത് വിയാറയാണ്. അപ്പം നമ്മൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്കൊരു പഴയൊരു പ്രണയകഥയുണ്ട്. അതാണ് ഇന്ത്യൻ പ്രണയത്തിൻ്റെ ഒരു ബേസിക് റീസൺ. അവരൊരു 14-15 വയസ്സുള്ളപ്പോൾ ഈ വേൾഡ് സ്റ്റുഡൻസിൻ്റെ ഒരു കൾച്ചറൽ ഫങ്ഷൻ എവിടെയോ മ്യൂണിക്കിൽ അവിടെ വെച്ച് നടന്നിരുന്നു. അതിൽ ഈ യുഗോസ്ലാവിയനെ റെപ്രസെൻ്റ് ചെയ്ത് പോയ ഡാൻസ് ഗ്രൂപ്പിലെ ഒരാളായിരുന്നു വിയറ. അന്ന് അവർക്ക് 15 വയസ്സോ 14 വയസ്സോ മറ്റോ 14-15 വയസ്സാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന ഗ്രൂപ്പിൽ ഒരു സർദാർജി പയ്യനുണ്ടായിരുന്നു. അവന് 10-20 വയസ്സായിട്ടുള്ള അവനും ഡാൻസറായിരുന്നു. അങ്ങനെ ഈ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർക്ക് അവനോടൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. സർദാർജിക്കും ഇവരോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ ഇവർ തമാശക്ക് എന്ത് കാര്യം ഇന്ത്യ എവിടെയോ കിടക്കുന്നൊരു സ്ഥലം അഡ്രസ്സൊക്കെ കൊടുത്തു. പിന്നീട് ഒരു 3 വർഷത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഇവർ ഇടയ്ക്ക് ഇവനെക്കുറിച്ച് ഓർക്കും, അവൻ എന്നെ മറന്നു പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഓർക്കും. പക്ഷെ ഒരു ദിവസം രാവിലെ ഇവർ വാതിൽ തുറക്കുമ്പോൾ വീടിൻ്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് സർദാർജി നിൽക്കണം. അപ്പോൾ അവൻ നാട്ടിൽ ചെന്ന് അവൻ്റെ ഫാമിലീനെയൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മേനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ആ കാലത്ത് ഭയങ്കര കുഴപ്പങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ രാജ്യം ഈ രണ്ടാവുന്നതിൻ്റെ മൂന്നാവുന്നതിൻ്റെ ഒക്കെ പരിപാടികൾ നടക്കുക, അതിൻ്റെ യുദ്ധവും ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പം ഇവരുടെ അമ്മയും മൂത്ത ബ്രദറും ഒക്കെ വേറെ ഏതോ വിദേശത്തേക്ക് പോയി, റഷ്യയിലേക്ക് അവിടേക്ക് പോയി. ഇവരും അച്ഛനും റഷ്യയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ചങ്ങാതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മേനെയും ഒന്നും വിട്ടിട്ട് ഈ കണ്ടീഷനിൽ വരാൻ പറ്റില്ല. അപ്പോൾ അയാൾ കുറേ നിർബന്ധിച്ചു, വീട്ടുകാരായിട്ട് സംസാരിച്ച അവസാനം ഇവരുടെ അച്ഛൻ പറഞ്ഞു നിനക്ക് അത്ര ഇഷ്ടമാണ് വിശ്വാസമാണെങ്കിൽ നീ വേണമെങ്കിൽ അയാളെ കല്യാണം കഴിച്ചോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കല്യാണം കഴിച്ചിട്ട് അവൻ ഇവിടെ നിൽക്കണം. അപ്പോൾ അവന് ഇന്ത്യ വിട്ടിട്ട് അവന് വരാൻ പറ്റില്ല, കല്യാണം കഴിച്ചാൽ അവൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കല്യാണം കഴിക്കണം. അങ്ങനെ അവർ പിരിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ഇന്ത്യയോടുള്ള ഒരു പ്രണയം അവരുടെ ഉള്ളിൽ ഉള്ളതായിരിക്കാം. അതായിരിക്കും, ആ നൊസ്റ്റാൾജി ആയിരിക്കും. അതെ, ആ അമ്മ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് അല്ലേ. അയ്യോ, അത് നല്ലൊരു സ്റ്റോറി അല്ലേ ശരിക്കും.